നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മാളവിക വേൽസ്. ഒരു പ്രമുഖ ഇന്ത്യൻ ചലച്ചിത്ര ടെലിവിഷൻ നടിയും മികച്ച ഒരു ക്ലാസിക്കൽ നർത്തകിയുമാണ് താരം. 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലേക്ക് നായികയായി അരങ്ങേറുന്നത്. മിനി സ്ക്രീനിലെ മികച്ച കഥാപാത്രങ്ങളിലൂടെയാണ് മാളവിക കൂടുതലും ശ്രദ്ധ നേടിയിട്ടുള്ളത്. മഴവിൽ മനോരമയിലെ പൊന്നമ്പിളി, അമ്മുവിന്റെ അമ്മ, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തുടങ്ങിയവ അവരുടെ പ്രധാന പരമ്പരകളിൽ ചിലതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലെ അഞ്ജന എന്ന കഥാപാത്രം ഏറെ പ്രശംസ നേടിയ ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോഴിതാ അമ്മയുടെ പിറന്നാളിന് മാളവിക പങ്കുവച്ചൊരു പോസ്റ്റാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെ ജനനം മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും അമ്മ എന്ന നിലയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. അമ്മ ചെയ്ത ഓരോ ത്യാഗത്തിനും, മൗനമായി എനിക്കായി ചൊല്ലിയ ഓരോ പ്രാർത്ഥനകൾക്കും, ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ എന്റെ കൂടെ ഉറച്ചു നിന്നതിനും ഹൃദയത്തിൽ നിന്ന് നന്ദി. ഞാനും വാവയും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അമ്മയുടെ സ്നേഹവും കരുതലും മുഴുവനായി നൽകിയതിൽ ഞങ്ങൾ വളർന്നത് ഇങ്ങനെയാണ്. ഇന്ന് അമ്മയാണ് ഞങ്ങളുടെ കുഞ്ഞ്. ഒരിക്കൽ അമ്മ ഞങ്ങളെ നോക്കിയ അതേ സ്നേഹത്തോടെയും കരുതലോടെയും ഇനി അമ്മയെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എത്ര വളർന്നാലും എത്ര വയസ്സായാലും ഞാൻ ഇന്നും അമ്മയുടെ കുഞ്ഞായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ആളെ അമ്മയായി ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജന്മദിന ആശംസകൾ അമ്മ എന്നാണ് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് മാളവിക ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. മാളവികയുടെ അച്ഛൻ മരിച്ച ശേഷം താരം അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത് മാറി നിൽക്കുകയായിരുന്നു. അച്ഛനായിരുന്നു എല്ലാ കാര്യത്തിനും തനിക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നതെന്നും മാളവിക പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുറച്ചുനാളെ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ശേഷം സീരിയലിലൂടെ അഭിനയത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. പേരിന് ഒപ്പമുള്ള വേൽസ് എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടെന്ന് മുൻപ് മാളവിക പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചാനൽ പരിപാടികൾക്കിടയിൽ രമേശ് പിഷാരുടെയും ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. അച്ഛന്റെ പേരാണ് വേൽസ്, തൃശൂർക്കാരനാണ്. ആംഗ്ലോ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നുവെന്നും അന്ന് മാളവിക പറയാറുണ്ടായിരുന്നു. പരമ്പരകൾക്ക് പുറമെ ചാനൽ പരിപാടികളിലും താരം അതിഥിയായി എത്താറുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയായി പങ്കിട്ട വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട്. എപ്പോഴും അവിവാഹിതയായി തുടരുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും എപ്പോഴും മാളവികയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നായിരുന്നു മാളവിക മുൻപ് പറഞ്ഞിരുന്നത്. വിവാഹാലോചനകൾ ഇപ്പോഴും വരുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. ശ്രീനിഷ അരവിന്ദുമായി നേരത്തെ പ്രണയത്തിലായിരുന്നുവെന്നും ബിഗ് ബോസിന് പോയതോടെയാണ് ബ്രേക്കപ്പ് ആയതെന്നുമുള്ള വിവരങ്ങളും പ്രചരിച്ചിരുന്നു. ഷോയിൽ വെച്ചായിരുന്നു പേളിയും ശ്രീനിഷും പ്രണയത്തിലാകുന്നത്. മത്സരത്തിലെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നായിരുന്നു തുടക്കത്തിലെ എല്ലാവരും വിമർശിച്ചിരുന്നത്. ജീവിതാവസാനം വരെ ഒന്നിച്ചാവാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു പേളി ഇതേക്കുറിച്ച് അന്ന് പറഞ്ഞത്. ഷോയിൽ നിന്നും പുറത്തിറങ്ങി വൈകാതെ തന്നെ പേളിയും ശ്രീനിയും ഒന്നിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകളെല്ലാം നടന്നിരുന്നത്. ഇപ്പോഴിതാ മാളവികയും പേളിമാണിയും ഒന്നിച്ചുള്ള ഒരു പരിപാടിയുടെ വീഡിയോ ക്ലിപ്പാണ് വീണ്ടും വൈറലായി മാറിയിരിക്കുന്നത്. പേളിക്ക് വേണ്ടിയാണ് താൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നായിരുന്നു മാളവിക ആ വീഡിയോയിൽ പറയുന്നത്. പാചക പരിപാടിക്കിടെയായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത്. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി കമന്റുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവസാനം മാളവികയുടെ ജീവിതം തകർത്തു. വർഷങ്ങളായി മാളവികയുമായി ലിവിംഗ് ടുഗദർ ആയിരുന്നു. ബിഗ് ബോസിൽ ശ്രീനിഷിനുള്ള വസ്ത്രവും ഷൂസും എല്ലാം നൽകിയിരുന്നത് മാളവികയായിരുന്നു. ഏറ്റവും വലിയ നന്ദികേടും ചതിയുമാണ് ചെയ്തത്, വിശ്വാസവഞ്ചനയും. ഇതുവരെയും മാളവിക വിവാഹം കഴിച്ചിട്ടില്ല. ചതിച്ചിട്ട് പോയതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടിയിട്ടില്ല. ശ്രീനിയോടും പേളി വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ തനിക്കായി പുറത്തൊരാൾ കാത്തിരിക്കുന്ന കാര്യം അറിഞ്ഞിട്ടും പേളി തീരുമാനം മാറ്റിയിരുന്നില്ല. തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് മാറാതെ പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു. തുടർന്ന് ബിഗ് ബോസ് പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛനെയും മറ്റും വരുത്തി ഉടനടി കല്യാണവും ഫിക്സ് ചെയ്യുകയായിരുന്നു. ഒരു തവണയെങ്കിലും ബിഗ് ബോസിന് ശേഷം മാളവികയെ കണ്ടിരുന്നുവെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതവും സ്വപ്നവും തകരുവാൻ കാരണമാകുമായിരുന്നില്ല അദ്ദേഹം എന്നൊക്കെയായിരുന്നു ഒരാൾ കമന്റ് ചെയ്തിരുന്നത്. സത്യം, ഇതേക്കുറിച്ച് ഇതുവരെയും പേളി പ്രതികരിച്ചിട്ടില്ല സബ്സ്ക്രൈബേഴ്സിനോട്. ഇപ്പോഴും സെലിബ്രിറ്റീസിനോടാണ് സംസാരിക്കുന്നത്. എപ്പോഴും സെലിബ്രേഷൻസ് ആണ്. പണമുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നടത്താമല്ലോ. ട്രൂ ലവ് ആക്ട് ചെയ്യുകയാണ്. കർമ്മ എന്നൊന്നുണ്ടല്ലോ. സത്യം, ഇതേക്കുറിച്ച് പേളി ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു കമന്റുകൾ. ശ്രീനിക്ക് വേറൊരു ബന്ധമുണ്ടെന്നും ആ പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ടെന്നും അർച്ചന സുശീലൻ അന്ന് പറഞ്ഞിരുന്നതാണ്. അത് കേട്ടിട്ടും പേളി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ശ്രീനിയും അത് പ്രോത്സാഹിപ്പിച്ചു എന്നുമായിരുന്നു വിമർശനങ്ങൾ ഏറെയും വന്നിരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പേളിയോ ശ്രീനിഷോ മാളവികയോ ഇതുവരെയും പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടില്ല. അതേസമയം പേളിമാണി എന്നാൽ ശ്രീനിഷും നിലവും നിതാരയും ചേർന്നതാണ്. എവിടെ പോകുമ്പോഴും കൂടെ അവർ 3 പേരും വേണമെന്നാണ് പേളിയുടെ ആഗ്രഹം.
മക്കളില്ലെങ്കിലും ശ്രീനി ഇല്ലാതെ പേളി ഒരിടത്തും പോകാറുമില്ല. വെറുതെ ഒരിടയ്ക്ക് സംസാരിച്ചാൽ പോലും ശ്രീനിയുടെ പേര് ഒരു 100 തവണയെങ്കിലും കടന്നു വരും അതിൽ. 7 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ആദ്യമായി ശ്രീനി ഇല്ലാതെ പേളി ഒരു യാത്ര പോയി എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷമായി പങ്കുവച്ചിരിക്കുന്നത്. ശ്രീനിഷും മക്കളുമില്ലാതെ പേളി ഒരു സോളോ ട്രിപ്പ് നടത്തി. വിയറ്റ്നാം വഴി സ്ലോവാക്യയിലേക്കായിരുന്നു യാത്ര പോകും എന്ന് തീരുമാനിച്ച ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തപ്പോൾ പേളിക്ക് വലിയ ഉത്സാഹമായിരുന്നു അത്രേ. എന്നാൽ ഡേറ്റ് അടുക്കുന്നതിനിടയിൽ ടെൻഷൻ വന്നു തുടങ്ങി. വലിയ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് താൻ നിർബന്ധിച്ച് ആശ്വസിപ്പിച്ചിട്ടാണ് യാത്രയ്ക്ക് അയക്കുന്നത് എന്നായിരുന്നു ശ്രീനിഷ് ഇതേക്കുറിച്ച് പറഞ്ഞത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പേളിക്ക് കുറച്ചൊക്കെ വിവരം വെക്കും എന്നുമായിരുന്നു ശ്രീനിയുടെ കണ്ടെത്തൽ. പോയി ആദ്യ ദിവസങ്ങളിലൊക്കെ ശ്രീനി ഉണ്ടെങ്കിൽ എന്ന ചിന്ത വന്നുവെങ്കിലും അത് വളരെയധികം പേളിയെ ബാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വീഡിയോയിൽ ഒരു സന്ദർഭത്തിൽ പേളി കരച്ചിൽ മറച്ചുപിടിക്കുവാൻ ഏറെ ശ്രമിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ട്രെയിൻ ഏതാണെന്ന് പോലും അറിയാതെ ആയപ്പോൾ പേളി എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് പേളി ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. യാത്രയിലെ തുടർന്നുള്ള വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ പാർട്ട് അവസാനിക്കുന്നത്. അടുത്ത പാട്ടിന്റെ ഹൈലൈറ്റ്സ് പേളി ഈ വീഡിയോയിൽ തന്നെ അവസാന പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലാണ് താൻ ഒരു നല്ല അമ്മയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പേളിയുമാണ് വിങ്ങിക്കരയുന്ന ഒരു പോർഷനും ഉണ്ടായിരുന്നു.